ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഉപദേശങ്ങളും പിന്നെ നല്ല നല്ല കാര്യങ്ങളും പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ബൂസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കിടക്കാം. നമ്മൾ 5-6 ദിവസമാണ് ആയിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിൽക്കണില്ല, ജസ്റ്റ് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ മഴ പെയ്തില്ലേ, അപ്പോൾ വെള്ളമൊഴുക്ക് ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത്. വെള്ളമൊഴുക്ക് മാത്രമല്ല, അതിനോടൊപ്പം കുറേ നാശനഷ്ടങ്ങളും പിന്നെ കുറേ പേരുടെ ജീവിതം പോയിട്ടുണ്ട്. കുറേ പേരുടെ വീടും പിന്നെ ഉപകരണങ്ങളും ഒക്കെ ഒഴുക്കിൽ ഒക്കെ പോയിട്ടുണ്ട്. ഈ അടുത്ത് ഒരു ന്യൂസ് കേട്ടു, ഒരു അർജുനൻ ചേട്ടൻ്റെ കുറിച്ച് ഒരു വീഡിയോ. ചേട്ടൻ എന്തോ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാ, വീട് വിട്ട് കൂട്ടുകാരുടെ ഒപ്പം. അത് ലോറിയിൽ ഏതൊരു സ്ഥലത്ത് വെച്ച് വ്ളോഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സംഭവം എത്താൻ എനിക്കറിയില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉരുൾപൊട്ടി, മണ്ണിടിച്ചിൽ. അത് മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് ഒരു ഉരുൾപൊട്ടൽ. അപ്പോൾ ഉരുൾപൊട്ടൽ മാത്രമല്ല, മണ്ണിടിച്ചിലുണ്ടായി അവിടെ. അപ്പോൾ അതിനോടൊപ്പം ആ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കട, അത് ചേട്ടനും മണ്ണിനടിയിൽ പെട്ട്. അപ്പോൾ ചേട്ടനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ ഫയർഫോഴ്സിന് പോലീസുകാരൊക്കെ വിളിച്ച് ഇന്നലെ വരെ തപ്പലായിരുന്നു. ചിലവരെ മാത്രം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ അർജുന ചേട്ടനെ കിട്ടിയിട്ടില്ല. പക്ഷെ സ്ഥലം എവിടെയെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, എവിടെയെന്ന്, പക്ഷെ കിട്ടിയിട്ടില്ല. ഓരോരുത്തരുടെ ലോറിയും പിന്നെ 4-5 പേര് മാത്രം കിട്ടിയിട്ടുള്ളൂ. അർജുന ചേട്ടനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയാലോ, ഇത്രയും ദിവസം ആള് എത്ര മണ്ണിനടിയിൽ പെട്ടിട്ട് 4-5 ദിവസമായി. 4-5 ദിവസമല്ല, 7 ഒരാഴ്ചയോ ആയി സംഭവം നടന്നിട്ട്. അപ്പോൾ ഇത്രയും ദിവസം ഫയർഫോഴ്സും പോലീസുകാരും പിന്നെ സ്നേഹമുള്ള ജനങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം രക്ഷാപ്രവർത്തനം, പിന്നെ വേറെ ഒരുപാട് പേര് ഇതിനെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈ അർജുന ചാനൽ കിട്ടിയില്ല. എന്തോ ഫോൺ കോളോ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അവർ പരമാവധി ഇങ്ങനെ അന്വേഷിച്ച് ഈ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മഴ പെയ്തിട്ട് വരുന്ന ഒഴുക്ക്, അതിശക്തമായിട്ട് ഇങ്ങനെ വരുന്ന ഒഴുക്ക്, അതൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. വലിയ ആഘോഷപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞാൽ വീടിന് മീതെ വേറൊരു വീട്, അതിന് മുകളിൽ വേറൊരു വീട് എങ്ങനെ വയ്ക്കാണ്ടിരിക്കുക. കാരണം വേറൊന്നും ഉണ്ടല്ല, നിങ്ങളുടെ ജീവനാണ് പോണ. എനിക്ക് ഇങ്ങനെ ഒരു വീട്, ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല.
പക്ഷേ ഒരു നാൾ നിങ്ങൾക്ക് ഇതുപോലെ വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ നില പണിയുക. പരമാവധി 2 നിലയാണ്. അതിന് തൊട്ട് മുകളിൽ ഒരു നില പണിയേ ചെയ്യരുത്. കാരണം നിങ്ങളൊക്കെ എത്രയൊക്കെ ഇപ്പോൾ വീടിനെ ഭംഗി കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും 3 നില എടുത്താലും സംഭവം ഈ ഒഴുക്ക് വെള്ളം അടിച്ചു വരുന്ന ഒഴുക്ക് വെള്ളം എന്ത് ചെയ്യും, ഇത് കൊണ്ടുപോകും അങ്ങോട്ട്. മനസ്സിലായോ? വരുന്ന വെള്ളമല്ലേ ഇതുപോലെ, അതെന്ത് ചെയ്യും, നിങ്ങളുടെ വീടിന് ഇടിച്ച് നിരത്തി കളയും, പൊളിച്ച് കളയും, ഇങ്ങനെ കൊണ്ടുപോകും അത്. മനസ്സിലായ? അതുകൊണ്ട് ഒറ്റ നില പണിയുക. ആഘോഷം അതുപോലെ തന്നെ ഈ വീടിന് വേറെ ചില സംഭവം വെച്ച് ഇങ്ങനെ അലങ്കോലമൊക്കെ പുതിയ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അതൊന്നും വേണ്ട. കാരണം നിങ്ങൾ എത്രയൊക്കെ ചെയ്താലും ഈ ഒഴുകി വരുന്ന വെള്ളം അതൊക്കെ പൊളിച്ച് നശിപ്പിച്ച് എന്ത് ചെയ്യും, ആ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകും. എത്രയൊക്കെ ചെയ്താൽ കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പരമാവധി ചെയ്യാവുന്ന കാര്യം പറഞ്ഞില്ലേ, ഒറ്റ നില 2 നില പണിയാം, 2 നില വരെ പണിയാം മാക്സിമം. അത് വിട്ട് പോരുത് നിങ്ങൾ. ഞാൻ താമസിക്കുന്നത് 1 നിലയാണ്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്നത് ഉയർന്ന പ്രദേശമാണ്. അറിയോ? ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നല്ല, വരുന്നില്ലെന്നല്ല പറയാ, വരും. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കും ശക്തിയൊക്കെ നമുക്കറിയില്ലല്ലോ, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വരും ഇല്ലെന്ന്. ശാസ്ത്രപ്രകാരം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എന്തായാലും വരില്ല. വേണമെങ്കിൽ വരാം. വെള്ളത്തിന് അത്രയ്ക്ക് ശക്തി അറിയാലോ, വെള്ളത്തിന് അത്ര ശക്തിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഏതൊരു സ്ഥലത്ത് വെള്ളമൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്, നല്ല അതിശക്തമായിട്ടുള്ള വെള്ളമൊഴുക്ക്. അത് വന്നു കഴിഞ്ഞ ശേഷം പലരുടെ ജീവിതം അതിൽ പോയിട്ടുണ്ട്. ശരിക്കും നല്ല വെള്ളമായിരുന്നു, എവിടെ നോക്കി കുത്തൊലിച്ച് വന്നെന്ന് എനിക്കറിയില്ല. സംഭവം ഇങ്ങനെ അതിശക്തമായിട്ടാണ് വന്നത്. വരെ മാത്രമല്ല, ഇത് വീടും പുരയിടും പറമ്പും കൃഷിയും ഒക്കെ നശിച്ച് താരിപ്പണായി. ശരിക്കും ഈ ചെകുത്താനാണ് ശരിക്ക് പറഞ്ഞ, ഈ ഒഴുകി വരുന്ന വെള്ളം ചെകുത്താൻ. പിന്നെ ഒഴുകി വന്നിട്ട് പാവങ്ങളുടെ വീട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല, വളരെ സങ്കടപരമായ കാര്യം. നമ്മളെന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വീട് നിർമ്മിച്ചെന്നറിയൂ. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ്, എത്രയൊക്കെ വേദന എടുത്തിട്ടാണ് വീട് ഉണ്ടാക്കിയെന്നറിയൂ. അത് ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കണം. ഇതുപോലൊക്കെ വരുമ്പോൾ നമ്മുടെ വീട് മാത്രമല്ല, എല്ലാം തകർന്ന് അത് കൊണ്ടുപോകും. ആര്? വെള്ളമൊഴുക്ക്. അടിച്ചു വരുന്ന വെള്ളമൊഴുക്ക് എന്ത് ചെയ്യും, കൊണ്ടുപോകും, നശിപ്പിച്ചരുത്. നമ്മളെത്രയൊക്കെ തടഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ചൊക്കെ തടയാം, പക്ഷെ നന്നായിട്ട് തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല.
നമ്മൾ വരെ തെറിച്ചു പോകും ശരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ മാത്രം നിങ്ങൾ തടഞ്ഞു നിർത്തുക. വല്ലാണ്ട് അങ്ങനെ തടഞ്ഞു നിർത്തിയാൽ നിങ്ങളുടെ ലൈഫാണ് പോണത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക, അത് കുഴപ്പമില്ല. വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാണ്ടിരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ രോഗികളായിട്ട് കിടക്കുന്ന അമ്മച്ചിമാരോട് നിങ്ങൾ എന്ത് ചെയ്യുക, അവർ പറയുക കൂടുതലൊന്നും പുറത്തേക്ക് കടക്കാണ്ടിരിക്കുക. കാരണം അവരോടൊന്ന് പറയുക, പുറത്ത് കണ്ടില്ലേ, നിങ്ങൾ റൂമിലിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള വാർത്ത, പുറത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെന്ത് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവരെ എഴുന്നേൽപ്പിക്കുക. പിന്നെ വീടിൻ്റെ പുറത്തുനിന്ന് ഒരു 5-6 മിനിറ്റ് കസേരയിൽ 5-6 മിനിറ്റ് കസേരയിൽ ഒന്ന് അവരെ ഇരുത്തുക. അവരോട് പറയാം, അപ്പച്ച അമ്മച്ചി നോക്കിയേ പുറത്തൊക്കെ എന്തൊക്കെയാണ് നടക്കണമെന്ന്. നിങ്ങൾ റൂമിൽ 24 മണിക്കൂറും കിടക്കല്ലേ, വലിയ സുഖം ഉണ്ടാവില്ല. വല്ലപ്പോഴൊക്കെ വീടിന് പുറത്ത് ഇങ്ങനെ ഞങ്ങളോട് പറയണം, പുറത്തേക്ക് ഒന്ന് കസേര ഇട്ടിട്ട് എനിക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. ചില അപ്പച്ചന്മാരുണ്ട്, മടി പിടിച്ചിരിക്കുന്ന അപ്പച്ചന്മാരമ്മച്ചിമാർ. അപ്പോൾ അവരോട് പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ എന്താ പറയുക, അടുപ്പിക്കുക, പുറത്തേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് അടുപ്പിക്കുക. ശരിക്കും അവരോട് പറയാം, വാ അപ്പച്ചമ്മച്ച എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പതുക്കെ കൊണ്ടുവന്നിട്ട് പുറത്തൊരു കസേര വയ്ക്കുക. അവരത് ഇരുത്തുക. അവരോട് പറയാം, അപ്പച്ചമ്മച്ചി കണ്ടില്ലേ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ഇതപ്പം എന്തുണ്ടായും ചോദിക്കും. അപ്പച്ച മഴ വന്ന് അതിശക്തമായിട്ട് ഒഴുക്ക് വന്നു, അതറിഞ്ഞ അപ്പച്ചൻ വെച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ. കാരണം അവർ വീടിനുള്ളിൽ കിടക്കല്ലായിരുന്നേ, പുറത്ത് എന്താ നടക്കണമെന്ന് അറിയില്ലല്ലോ, അവർക്കറിയില്ല. ചിലവരൊക്കെ ഉണ്ട് നല്ല ബുദ്ധിയുള്ളവർ, അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അറിയാനുള്ള ശേഷി അവർക്കുണ്ട്. ചിലർക്ക് ഇല്ല, കാരണം അറിയാലോ, അമ്മച്ചിമാരുടെ അവസ്ഥ അറിയാം. കാരണം ചിലർക്ക് ഓർമ്മയില്ല, ചിലർക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവർക്ക് പല പല ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാത്തവർക്ക് ഇതൊന്നും അറിയാത്ത അപ്പച്ചന്മാരോടും അമ്മച്ചന്മാരോടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മാത്രമല്ല നടന്ന് നീങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അത് അവരോട് പറയാം. കാരണം അവർ 24 മണിക്കൂർ കട്ടിലാണ്. അപ്പോൾ വാർത്തൊന്നും അവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വേറെ ഗുണങ്ങളുണ്ട്. അവരെന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യും, കർത്താവിനോട് പറയും, പ്രാർത്ഥിക്കും. അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥന മൂലം ചിലപ്പോൾ ഒരു
നല്ല കാര്യം നടന്നു എന്ന് വരാം. അപ്പോൾ അവരോട് കസേരയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് കസേര ഇട്ടിട്ട് അവരെ ഇരുത്തുക. എന്നിട്ട് പറയാം അവരോട്, ഇതാണ് അപ്പച്ച അവസ്ഥകൾ, ഈ ലോകത്ത് നടക്കുന്ന അവസ്ഥ ഇതാ കണ്ടില്ലേ. ചിലപ്പോഴേ ഇവരോടൊക്കെ പറയുമ്പോൾ ഇവർ പറയും, നമ്മുടെ അയൽക്കാർ എവിടെയാ, ഇവിടെ വീടൊന്നും കാണുന്നില്ലല്ലോ, ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, എന്ത് പറ്റി ഇവർക്ക് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പറയാ, അപ്പച്ചാ അവരുടെ വീടൊക്കെ ഈ വെള്ളമൊഴുക്ക് മൂലം ശക്തമായിട്ട് വന്ന വെള്ളമൊഴുക്ക് മൂലം അവരുടെയൊക്കെ വീട് നശിച്ചു പോയി. ഇവിടെ ഉരുൾപൊട്ടലൊക്കെ നടന്നു, അറിയോ അപ്പച്ചൻ അമ്മച്ചിയും. എൻ്റെ ഈശോയെ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ, അപ്പച്ചനമ്മച്ചിയും കട്ടില് കിടക്കല്ലേ, എങ്ങനെ അറിയാനാ. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ കുഞ്ഞെ. അയ്യോ, എപ്പോഴുണ്ടായേ അത്? ഒരു അല്പനേരം ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കിയതാ. അത് ശക്തമായിട്ട് വെള്ളമൊഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അയൽക്കൂട്ടുള്ള വീടുകളൊക്കെ നശിച്ച് താലിപ്പണായി. ഈശോയേ, ദൈവമേ, ഇതെന്താ കാണണ ദൈവമേ, എല്ലാം നശിച്ചല്ലോ. എന്നാൽ നമ്മളെടുക്കാത്ത ദൈവം, അതറിയില്ല അപ്പച്ച. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും എന്ത് ചെയ്യും, അവർ വിഷമത്തോടെ ഇരിക്കും. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. മനസ്സിലായി. പിന്നെ ഇതുപോലെ തന്നെ ബുദ്ധിയും ബോധമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അറിവുള്ളവരെന്ത് ചെയ്യുക, അവരോട് ഇതൊക്കെ പറയുക, ഇതാണ് അവസ്ഥ, നിങ്ങൾ ഒരു 5 മിനിറ്റ് അതല്ലെങ്കിൽ 2 മിനിറ്റ് പുറത്ത് വന്നിരിക്കുക, എന്നിട്ട് ചുറ്റോട്ട് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ വീടൊക്കെ ഈ ഒഴുക്കിലൊക്കെ നശിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ പറയാം, നല്ല നല്ല കാര്യങ്ങളാണ്. അവരോട് അങ്ങനെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഇമോഷണലി ഇരിക്കും. എന്തു ചെയ്യും? അപ്പോൾ അവരും എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും പരമാവധി. മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വരുമ്പോൾ മനസ്സിലായി, ഇത് വരും പോവും, അടുത്ത കൊല്ലം വരും പോവും. മഴക്കാലം പ്രത്യേകിച്ച് മഴക്കാലം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരിക. പിന്നെ നിങ്ങൾ പരമാവധി പുറത്തേക്ക് ഇറങ്ങാണ്ട് ശ്രമിക്കുക. വീടിനുള്ളിൽ കഴിയുക, കുടുംബങ്ങളോടൊപ്പം കഴിയുക. പിന്നെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുക.
അല്ലാണ്ട് മടി പിടിച്ച് ഇരിക്കല്ല വേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കുക. ഞാൻ ഇങ്ങനെ പറയുന്നതേ, വീടിനുള്ളിൽ ഇരിക്കുക, കുടുംബത്തിനോടൊപ്പം കഴിയാന്ന് പറയുമ്പോൾ അടച്ചു പൂട്ടിയിരിക്കല്ല വേണ്ടത്. വാതിൽ തുറന്നിട്ടേ മറ്റുള്ളവരൊന്ന് സഹായിക്കുക. അവരും ഇതുപോലെ അപകടത്തിൽ പെട്ട് ഇരിക്കണ്ടാവും, വേദനയോട് കൂടിയിട്ട് ഇരിക്കണ്ടാവും. അപ്പോൾ അവരെ ഒന്ന് നിങ്ങൾ സഹായിക്കുക. അവരുടെ വീടും നിങ്ങളുടെ വീട് പോലെ സംരക്ഷിക്കുക. പരമാവധി സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചില സമയത്ത് പേടിക്കണം, ചില സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? പേടിക്കേണ്ട ആവശ്യമില്ല. സത്യം, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ അതിങ്ങനെ വലിച്ച് നശിപ്പിച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങളെയും കൊണ്ടുപോകും. അത് ദൈവനിശ്ചയമാണ്. അത് നിങ്ങൾക്കും നല്ലൊരു മനസ്സും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ആ വള്ളം കൊണ്ടുപോയില്ല. നല്ല ധൈര്യമാണ്, കൊണ്ടുപോയില്ല, സത്യം. പിന്നെ കൊണ്ടുപോയിരിക്കുന്നത് അത് ഒരു ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അറിയോ? ദൈവത്തിൻ്റെ നിശ്ചയം ആരൊക്കെ താമസിക്കണം, ആരൊക്കെ വേണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയം. അത് നമ്മുടെ കാര്യമല്ല. അത് നമ്മൾ ജീവിക്കണോ വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവത്തിൻ്റെ നിശ്ചയം. നമ്മളെപ്പോൾ മരിക്കണം, എപ്പോൾ പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, തീരുമാനം. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴല്ല, ഓരോ കൊല്ലം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് വരും പോവും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വരും, അങ്ങനെ പോട്ടെ, നശിപ്പിക്കട്ടെ. നിങ്ങൾ എന്തോരം ഇങ്ങനെ വീടിന് വേണ്ടിയിട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്തോരം ചെയ്താലും ആ ഒഴുക്കന്നെ നിങ്ങളുടെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് വലിച്ചുകൊണ്ട് പോകും. അത് നിങ്ങളെ എവിടെ കൊണ്ടുപോയി വെച്ചാലും ഈ വള്ളങ്ങൾക്ക് വന്നിട്ട് അതൊക്കെ നശിപ്പിച്ച് എന്ത് ചെയ്തുകൊണ്ട് പോകും? തരിപ്പണായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് വീടിന് വേണ്ടിയിട്ട് വേറെ ഡെക്കറേഷൻസോ ഒന്നും ചെയ്യരുത്. നിങ്ങളെ സ്വപ്നങ്ങൾ വരെ ഈ ഒരു ഒഴുക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വപ്നപരമായിട്ടുള്ള കാര്യങ്ങൾ വീടിന് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. ചില കാര്യങ്ങൾ വെക്കാണ്ടിരിക്കുക, ചിലത് മാത്രം വെച്ചാൽ മതി. അപ്പോൾ മനസ്സൊന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങൾ. ഇത് അടുത്ത വെള്ളപ്പൊക്കത്തിലൊക്കെ വലിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനെ ഈ സ്വപ്നപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീടിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നാൾ ഒരു ദുഃഖം വരും. ആ ദുഃഖം എന്താണെന്നറിയോ? ഉള്ളവർക്ക് അത് പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശം, വെള്ളം ഇങ്ങനെ താഴ്ന്ന പ്രദേശം വഴി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വീടിന് വേണ്ടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നെ നിങ്ങളൊന്നും പറയടിക്കോ, ഞങ്ങളുടെ സാധനം എവിടെ, ഞങ്ങളുടെ ഭരണം എവിടെ, ഞങ്ങളുടെ ഈ വീടിന് വേണ്ടി വെച്ച ഓരോ സാധനം എവിടെയെന്ന് നിങ്ങൾ അതിന് ശേഷം മിണ്ടറിക്കോ. കാരണം വള്ളങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒഴുക്കൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചേക്കണേ,
എന്തൊക്കെ സാധനങ്ങളാണ് വീടിൻ്റെ അവിടെ വെച്ചേക്കണത് അതൊക്കെ ഈ വെള്ളമൊഴുക്ക് കൊണ്ടുപോകും. അറിയൂ, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ പേടിക്കണ്ട, അത് വരട്ടെ പോട്ടെ, കാര്യം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പരമാവധി നിങ്ങൾ പുറത്തേക്ക് പോവാണ്ടിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെ. കാരണം അവർ ഈ വെള്ളത്തിൻ്റെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ശ്വാസം വരെ കിട്ടില്ല. പിന്നെ നിങ്ങൾ കുട്ടികളായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നഷ്ടമാവും ശരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ സേഫ്റ്റിയാണ് പോകണം. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ വെള്ളമൊഴുക്ക് നിങ്ങളെ കുട്ടീനെയും കൊണ്ടുപോകും. പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോയി കഴിഞ്ഞാൽ കൊണ്ടുപോയി. പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണോ അതോ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. കുട്ടികളെ വേറെ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും കയ്യിൽ കൊടുക്കുക. നല്ലൊരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരുടെ അടുത്ത് കുട്ടികളെ ഒന്ന് ഏൽപ്പിക്കുക. അത് കുറച്ച് നേരത്തേക്ക് ഏൽപ്പിക്കുക. കുട്ടികളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം. കാരണം ഈ ഒഴുക്കിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അറിയില്ലല്ലോ. കുട്ടികളുടെ വിചാരം ഇത് കളിക്കുന്ന ഒരു ടോയാന്ന് വിചാരം. അവർക്കറിയില്ല. അവരുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വലിയൊരു ചെക്കുത്താനാണ് കുട്ടികളുടെ വാക്കിൽ പറഞ്ഞ കോക്കാൻ. ഈ വളവഴക്കും അതുപോലെ തന്നെ ഉരുപൊട്ടലൊക്കെ നിങ്ങൾ അവരുടെ ഈ രീതിയിൽ പറയുക. ഇത് കോക്കാനാണ്. ആരും പുറത്തേക്ക് പോരിക്കോ, അമ്മയില്ലാത്ത നേരത്ത് പുറത്തേക്ക് ഒരിക്കലും പോരിക്കോ എന്ന് പറയാം. നിങ്ങൾ കോക്കാൻ വരുന്ന പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളെ വിട്ട് പുറത്തേക്ക് പോവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാനായിട്ട് പറ്റും. പരമാവധി കോക്കാൻ വരുന്നത് മാത്രം പറഞ്ഞാൽ മതി. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതേ കോക്കാൻ വരുന്നു, കോക്കാൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ അവർ വീടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ ട്രിക്ക് എനിക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ പറയാം, ചെയ്യാം. കുട്ടികളെ സംരക്ഷിക്കാം. കുട്ടികളെ വേണമെന്നുള്ളവർ ഇങ്ങനെ പറയാം, ഇതാ കോക്കാൻ വരുന്നു, കോക്കാൻ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും പേടിച്ചിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അനുജത്തിമാരോടും അനിയന്മാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി നിങ്ങളുടെ മാതാപിതാക്കളിലേക്കോ അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കോ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് തെറ്റുകൾ ഒക്കെ ഉണ്ടാവും. എനിക്ക് ചെറിയ വിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമയോടെ കേട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ ഒരു വീഡിയോ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക, എത്തിക്കുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.